ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ ചാനലിനകത്ത് ഇടുന്ന ആദ്യത്തെ ഗെയിം കളിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാനൊരു ഡെസൂസ എന്ന് പറയുന്നൊരു ചാനൽ നിങ്ങൾക്ക് അറിയായിരിക്കും. കുറച്ച് പേർക്ക് ഇത് കണക്കത്തെ ഡിനോസേഴ്സിൻ്റെ സർവൈവിങ് ഗെയിംസ് കളിക്കുന്ന ഒരു ആളാണ്. അപ്പം അത് കണ്ടിട്ട് ഞാൻ എടുത്തപ്പോൾ കിട്ടിയൊരു ഗെയിം. നമുക്ക് പി സി എടുത്തോളം മൊബൈലിനകത്ത് ഇങ്ങനത്തെ ഗെയിമേ കിട്ടത്തുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓൺലൈൻ ഗെയിമാണ്. അപ്പം ഞാൻ കളിച്ചിട്ട് ഏകദേശം ഒരു 10 ലെവലായി. ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇതൊക്കെ മലയാളീസാണ്. എന്താണ് മുരുകൻ, RK മച്ചാൻ, TG മലയാളി, റോക്കി, അല്ല ബാക്കിയുള്ളതൊക്കെ കുറേ ചൈനക്കാരന്മാരും ഇംഗ്ലീഷുകാരന്മാരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വാചകം നിർത്തിയിട്ട് കളി തുടങ്ങാം. അപ്പോൾ ഈ കളിയുടെ പേരാണ് ദി കൈറ്റ്സ് ഡിനോസർ ഡിസൈൻ എന്നാണ് ഈ കളിയുടെ പേര്. നമുക്കാണ്ട് ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ ദിവസത്തെ ടാസ്ക്കാണ്. ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പൈസ ഇങ്ങനെ കിട്ടും. ആ പൈസ ഇട്ട് നമുക്കിങ്ങനെ ഓരോ ഡിനോസേഴ്സിന് നോക്കാം. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ഡിനോസർ. ഇതുണ്ട്, പിന്നെ ഇതൊക്കെയുള്ളൂ എൻ്റെ കയ്യിൽ. ഇതിനൊക്കെ വാങ്ങാം. റെക്സൊക്കെ ഉണ്ട്. റെക്സിനൊക്കെ വാങ്ങി കളിക്കണം. വിചാരിക്കണമൊക്കെ അല്ല, പുള്ളിയെ വാങ്ങാൻ കുറച്ച് പാടാണ്. ഓക്കെ, ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് നോക്കാം. 2000 രൂപ ടാസ്ക്. ഏതെങ്കിലും ഒരു ഡിനോസർ 30 മിനിറ്റ് കളിച്ചാൽ മതി. പിന്നെ ഫുൾ ഗ്രോത്ത് 1000, പ്ലേയിങ് ജിനോ ചെയ്സ് എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. ആ ജിനോ ചെയ്സ് ഇതിനായിട്ട് കളിച്ചാൽ 2000 രൂപ കിട്ടും. 15 തൽക്കാലത്തേക്ക് അതിനായിട്ട് തന്നെ കളിക്കാം. 2000 കയറട്ടെ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കളിക്കുന്ന അതേ സർവൈവിൽ തന്നെ കയറാം. ഫസ്റ്റ് എടുക്കുമ്പോൾ കുറേ അക്കൗണ്ട് സെറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷമേ ഇത് എടുക്കാവൂ. TG മലയാളിയിലൂടെ കയറാം. മരുന്നും ഗ്ലോബലൊന്നും നോക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നിന്നും ചോദിച്ചാൽ കിട്ടാൻ പാടാണ്. നമ്മൾ വളരെ സേഫായിട്ടുള്ള ആരും ഒരു സ്ഥലത്താണോ ഇറങ്ങിയത്. ഇനി ടൈപ്പ് ചെയ്ത് നോക്കാം. TG നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യണം. പോയി ഇനി കാണത്തില്ല. ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് ഇത് കാണുമെങ്കിൽ അത് തീർച്ചയായിട്ടും റിപ്ലൈ തരും. കാണാനൊക്കെ ചാൻസ് കുറവാണ്. നമ്മളെ കിടക്കെ അല്ലല്ലോ. അവിടെ കണ്ടോ, അങ്ങ് കണ്ടോ, അവിടെ 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 ഒരു സംഭവമുണ്ട്. നിങ്ങൾ കണ്ടാണ്ട് ഇവിടെ അവിടെ ഒരു സംഭവം ഉണ്ട്. നോക്കാം. പറക്കുന്നതൊക്കെ ഉണ്ടല്ലോ അവിടെ. വെറുതെ ഒന്ന് കടി വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചാവാൻ തയ്യാറാണ്. അവന്മാർ ടീമായിട്ടാണ് കളിക്കുന്നെങ്കിൽ സൂപ്പർ. ഇതാണ് നമ്മൾ ഇത്രയും കളി കയറുന്ന സമയത്ത് നമുക്കൊന്നുമില്ല. അങ്ങനെ പാടില്ല. ഒന്നുകൂടി കയറും. ഈ പീക്കിൽ സാറായിട്ടൊന്നും കയറണ്ട. ഇതായിട്ട് കയറാം. ഉണ്ട് അവിടെ നേരത്തെ സ്ക്രാച്ച് ചെയ്തതിൻ്റെ പാടൊക്കെ അവിടെയാണ്. അങ്ങോട്ട് പോവാം. വിചാരിക്കുന്ന ആ വഴി കൂടെ പോകുന്ന വള്ളിയെല്ലാം പിടിക്കുകയാണ്. അങ്ങനല്ല, നമ്മൾ ആൾക്കാർക്ക് സഹായം ചെയ്യണം. ചിലന്മാരങ്ങനല്ല കേട്ടോ. സഹായം ചെയ്താലും കടിക്കും. നമുക്കതെല്ലാം അങ്ങോട്ട് പോണ്ട. കിരീൻ്റെ എടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചോദിക്കാം. അപ്പം ചത്തേനെ ഗൈസ്. ഈ നമ്മുടെ കൂട്ടുകാരനുള്ളവിടെ ഇപ്പോൾ ഉണ്ട്. അവൻ്റെ അടുത്ത് ചോദിക്കാം. ഇപ്പം കുറച്ച് ദയമുള്ള കൂട്ടത്തിലാണ്. ചിലപ്പോൾ അവൻ നമ്മളെ സഹായിക്കും. നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണോ, ഹെൽത്തൊക്കെ ചെയ്തിട്ട് പോയാൽ പോയി. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവൻ്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ
അടിയിൽ കൂടെ പോവാം. നമ്മളിനി ഒരു കടിക്കില്ല ഗൈസ്. പച്ചവെന്നും പറഞ്ഞായിരിക്കുന്നത്. പക്ഷേ അങ്ങനെ തോറ്റെടുക്കാനും ഇല്ല. അവനെ കണ്ണാടുത്ത് നെക്സ്റ്റ് ചോദിക്കാം. ഇതുവഴി കയറാൻ പറ്റൂലെന്നാണ് ഗൈസ്. അല്ല നോക്കട്ടെ. താഴെ സച്ചുവ വീട്ടിൽ ഡേകൾ കൂടുതല. നമുക്ക് അവൻ ഇങ്ങോട്ട് വരുന്ന ലക്ഷണമില്ല. മേപ്പോട്ട് പോകും. എന്തെങ്കിലും ഇതണക്കത്തെ ചില കൂട്ടുകാരൊക്കെ കിട്ടിയിങ്ങനെ ഒരു ഗുണവും മണമില്ല. നമ്മളിനി ഇതിൻ്റെ മേളിൽ വലിയ പിടിച്ച് കയറി വലിയ കൂടെ പോകണം. എന്നാ പണിയാണെന്നറിയാമോ? നമ്മൾ ഇതിക്കും മേലിൽ കയറണം തോന്നുന്നു. കുഴപ്പമില്ല, കയറിയൊക്കെ അങ്ങനൊന്നും കയറാൻ പറ്റും. തൽക്കാലത്തേക്ക് നമുക്ക് ഇല്ലേ കൂടെ തന്നെ കയറി പോകാം. അതായിരിക്കും ബെറ്റർ. എന്നാ മണ്ടനിക്ക് ഇങ്ങോട്ട് വന്നോളെ. അത് വരില്ല, അവിടെ തന്നെ സ്റ്റേ അടിച്ചേക്കുക. കോന്ന് അവിടെ ഡേഞ്ചറില്ലായിരിക്കും. അതില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ കത്തേനെ. അയ്യോ, എനിക്ക് തോന്നുന്നത് അതിൻ്റെ മുകളിലാണ്. നിലത്തിറങ്ങി ഇല്ലല്ലോ. ഷോ വരുന്നത് കാണ്ടാമൃഗം. പണിയില്ല, മണമില്ല. വീട്ടിൽ കുത്തി ഇരിക്കാനുള്ളതിന് കുറ്റിയും പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് എൻ്റെ അന്തത്തോട്ടാണ് കയറി. എനിക്ക് സ്റ്റാമില്ലാത്ത കാര്യം ഒന്നും അമ്മർക്കറിയത്തില്ല. അതങ്ങ് കയറിയാൽ പോരെ. എന്തോരം കഷ്ടപ്പെട്ട ഓരോന്നിൻ്റെ മേത്ത് ഒരുങ്ങി വരുന്നു. കുഴപ്പമില്ല. അത് ഇറ്റാറ്റി ആരാ? നമ്മൾ അയ്യോ താഴെ സംഭവം ഉണ്ട് കേട്ടോ. ഗിയോ ഗിയോ നിൽക്കുന്നതാ. ഡേഞ്ചറാ. ഇച്ചിരി ഡാമേജ് മെത്തുള്ളതിൻ്റെ അഹങ്കാരം അതിന്. നമ്മക്കാരെ പേടിക്കാൻ എന്നൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കതിനെ പേടിച്ചേ പറ്റും. ഒന്നാമത് ഈ കുന്ത്രാണത്തിന് സ്പീഡില്ല. അറിയാം, നിങ്ങൾ കളിച്ചു നോക്കി അതിൻ്റെ കഷ്ടപ്പാട്.
എത്ര പ്രാവശ്യം ഗെയിം ഡിലീറ്റ് ഉണ്ടെന്ന് അറിയാമോ? സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു 50 ലെവലെങ്കിലും എത്തേണ്ടേ. ഡിലീറ്റായി പുതിയ അക്കൗണ്ട് എടുക്കും അങ്ങനെ അങ്ങനെ കളിക്കുമായിരുന്നു. പിന്നല്ലേ ഞാൻ പഴയ അക്കൗണ്ടൊക്കെ എങ്ങനെ എടുക്കാമെന്ന് യൂട്യൂബിൽ കണ്ട് പഠിച്ചേ. അതിനുശേഷം പിന്നെ കള്ളിത്തോട്ട് മണ്ടനപ്പോൾ വരെ കഴിയിട്ടിലും കുഴപ്പമില്ല, 2 കടി കൊടുക്കാൻ പറ്റില്ല. കഷ്ടിച്ചാട്ടാ നമ്മൾ രക്ഷപ്പെട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫ്രണ്ടിൽ കണ്ടില്ലൊരു അതോ വരുന്നു കാലമാട്. അമ്മമാർക്കൊക്കെ രാവിലെ കുത്തി നമ്മളെ കൊല്ലാനായിട്ട് ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കൊന്നും കഷ്ടപ്പാടറിയില്ല. ഇതിനെയൊക്കെ വളർത്തി വലുതാക്കാൻ വേണം പാട്. നമ്മുടെ ഫ്രണ്ടിനെ കണ്ടിട്ട് ഇനി മലയാളിയാണോ ചൈനക്കാരനാണെന്നൊന്നും അറിയത്തില്ല. നോക്കാം. എനിക്ക് അമ്മയൊക്കെ ബാക്കിലുള്ള ആരാണ്ടായിരിക്കും. നമ്മളെ നെക്സ്റ്റൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലപ്പോഴേ തരാൻ പറ്റൂ, ചാൻസ് കുറവാണ്. നോക്കാം. മലയാളിയൊന്നും അല്ല കേട്ടോ, ഇതിലും നമ്മൾ ചോദിക്കും. കൊല്ലാനാണ്. ഹലോ, മരത്തൊക്കെ ചോദിച്ചിട്ടൊന്നൊരു കാര്യമില്ല. സച്ചു ഫോക്കിൽ ചത്തു. ചോത്തു ഇതൊക്കെ ആരാ? സത്യം പറഞ്ഞാൽ നമുക്ക് ഉമ്മാരായിട്ടൊന്നും ഒരു ബന്ധമില്ല. മരുന്ന് ആരാന്നൂടെ അറിയത്തില്ല. അല്ലല്ല, യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്നത്. വിചാരിച്ചുമാരെ കണ്ട ബംഗാളികളെങ്ങനെ നെക്സ്റ്റ് വയ്ക്കാം. ഉണ്ടോ
ഓ എനിക്ക് ചെറിയ ബേർഡിനെ കൊല്ലാൻ എനിക്കറിയത്തില്ല. ഇതിന് ഹെൽത്തും കുറവാണ്, ഡാമേജും കുറവാണ്, പക്ഷെ പെട്ടെന്ന് ഗ്രോത്ത്. നമ്മുടെ ഇപ്പം ഗ്രോത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ 62% ഗ്രോത്തായി. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്ക് ബ്ലീഡിങ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരൊറ്റ ഗുണമുള്ളൂ. അപ്പം ഈ വീഡിയോ ഞാനങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതാരാ? അവരുടെ 2 കടി കൊടുക്കുക. എന്നെ കൊല്ലുന്നില്ല, വെറുതെ പേടിപ്പിച്ച് വിടുന്നേ ഉള്ളൂ. ടീംസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് വിശക്കുന്ന്, കഴിക്കണം വല്ലോ. സോറി, കഴിക്കണമെന്ന്. കഴിക്കണം. പിന്നെ കളിക്കണം. ക്യാരമുണ്ട്, മാമിയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കളിച്ചിട്ട് കഴിച്ചിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോ ഞാൻ അടുത്ത കളിയിലായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.